ആരായിരുന്നു വി എസ്? ആരും അറിയാതെ പോയ ഒരു സംഭവം പറഞ്ഞു വയ്ക്കുകയാണ് സുജാ സൂസൻ ജോർജ്. ആരോടും വി എസ് പറയാത്ത പരമരഹസ്യം. അതായത് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല വി എസ്. വി എസ് മായുമ്പോൾ ആ സത്യം തുറന്നു പറയുകയാണ് സുജാ സൂസൻ ജോർജ്. ഈ അനുഭവ സാക്ഷ്യം പോലെ അറിയാത്ത പലതും വി എസ് പലർക്കും ചെയ്തിട്ടുണ്ടാകും. അതുതന്നെയാണ് വി എസിനെ കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തനാക്കുന്നത്. സുജാ സൂസൻ ജോർജിന്റെ പോസ്റ്റ് ഇങ്ങനെ: വി എസ് നിരന്തരം തളിർക്കുന്ന വൻമരമായിരുന്നു. ഒരു നൂറ്റാണ്ട് കടന്നുപോയ ജീവിതം. അതൊരു വ്യക്തിയുടെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയോ ചരിത്രമായിരുന്നില്ല. കേരളത്തിന്റെ മാറ്റത്തിന്റെ ചരിത്രമായിരുന്നു. കണ്ണേ കരളെ വി എസ് എ, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂവേ എന്ന് തൊണ്ട പൊട്ടി തൊണ്ട ഇടറി കണ്ണു നിറഞ്ഞ് ജീവന്റെ ആഴത്തിൽ നിന്ന് ഉതിർന്ന മുദ്രാവാക്യങ്ങൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദങ്ങളുടെ ഇടിമുഴക്കമായിരുന്നു. പലപ്പോഴും ആ പ്രകമ്പനങ്ങൾ എന്റെ ഹൃദയത്തെയും ഭേദിച്ച് കടന്നു പോയിട്ടുണ്ട്. വിറകൊണ്ട് നിന്നിട്ടുണ്ട് ഞാനും. സൂര്യനെല്ലി കേസും വി എസും അത് വലിയൊരു ചരിത്രമാണ്. അതിലെ അവസാന ഖണ്ഡമാണ് ഇവിടെ കുറിക്കുന്നത്. വി എസ് പ്രതിപക്ഷ നേതാവായിരുന്ന കാലം. ഒരു ദിവസം എനിക്ക് വന്ന ഒരു ഫോൺ വിളി വി എസ് അച്യുതാനന്ദന്റേതായിരുന്നു. അദ്ദേഹത്തിന് എന്നെ നേരിട്ട് കണ്ട് സൂര്യനെല്ലി കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടനാട് പാർട്ടി ഓഫീസിൽ വെച്ച് അദ്ദേഹത്തെ കണ്ട് ദീർഘമായി സംസാരിച്ചു. ഞാനത്ര അടുത്തിരുന്ന് വി എസിനെ ആദ്യം കാണുകയാണ്. ടോണ്ട് ബോഡി, തിളങ്ങുന്ന ത്വക്ക്, നരകേറി കറുപ്പുമായാൻ ഇനിയുമേറെയുണ്ട് ബാക്കി. പ്രായം 85 മേൽ. അതിന് അടുത്ത ആഴ്ച വി എസ് അവരുടെ വീട് സന്ദർശിച്ചു. അടച്ചിട്ട മുറിയിലിരുന്ന മാതാപിതാക്കളോടും അവളോടും സംസാരിച്ചു. അവരുടെ സങ്കടങ്ങളെ ആറ്റി തണുപ്പിച്ചു. പുറമേ നിന്ന് ഞാൻ മാത്രം. വി എസ് ബാഗ് തുറന്ന് 1 ലക്ഷം രൂപ എടുത്ത് അവളുടെ പപ്പയുടെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അത് വാങ്ങാൻ മടിച്ചു. വളരെ പതുക്കെ മന്ത്രിക്കും പോലെ വി എസ് പറഞ്ഞു: ഇതവളുടെ മുത്തച്ഛൻ തരുന്നതാണ്, വാങ്ങിക്കോളൂ. ഇതെന്റെ പെൻഷൻ കാശ് സൂക്ഷിച്ചു വെച്ചതാണ്. അതാണ് വി എസ്. അങ്ങനെയായിരുന്നു വി എസ്. വിട. ഈ നൂറ്റാണ്ടിന്റെ പ്രിയ നായകന്.